സീനിയർ ഓഫീസർ ആവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതിനായുള്ള ഗോൾഡൻ ചാൻസ് ആണ് നാഷണൽ ഡിഫൻസ് അക്കാദമി വഴി ഒരു ഓഫീസർ പദവിയിലേക്ക് എത്തുക എന്നുള്ളത്. അതിനായി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രസന്റ് ചെയ്യുന്നത്. എന്താണ് NDA, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ആണ് ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. NDA അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എറണാകുളത്തിലെ MD ആയ സുഭാഷ് സാറാണ്. നമുക്ക് സാറിനോട് ചോദിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. NDA കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരാമോ? ഇത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ ഒരു ക്വാളിഫിക്കേഷൻ എന്താണ്, അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്? ജോയിനിങ് പ്രൊസീജിയർ. ഇത് NDA നാഷണൽ ഡിഫൻസ് അക്കാദമി. നാഷണൽ ഡിഫൻസ് അക്കാദമി എന്ന് വെച്ചാൽ ആർമി, എയർഫോഴ്സ്, നേവിയിൽ കമ്മീഷൻഡ് ഓഫീസറായിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ ജോയിനിങ് പ്രോസസ് എന്ന് വെച്ചാൽ അതൊരു എൻട്രൻസിന്റെ പരീക്ഷയാണ്. അതിനുശേഷം SSB എന്ന് പറയുന്ന സർവീസ് സെലക്ഷൻ ബോഡി വെച്ച് 5 ദിവസം ആർമി, എയർഫോഴ്സ്, നേവി ഓഫീസർമാരുടെ ഇന്റർവ്യൂ ആണ്. അതിനുശേഷം കുട്ടികൾക്ക് ഒരു മെഡിക്കൽ ഉണ്ട്. മെഡിക്കലും കൂടെ കഴിഞ്ഞ് ജോയിനിങ് ആവുകയാണ്. NDA നാഷണൽ ഡിഫൻസ് അക്കാദമിയിലോട്ട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നു. സർ, ഇത് +2 കഴിഞ്ഞ കുട്ടികളാണ്. അപ്പം അവർക്ക് ഇത് ജോയിൻ ചെയ്തതിനു ശേഷം അവർക്ക് എന്ത് ഫെസിലിറ്റീസ് ആണ്, മീൻസ് എന്തെങ്കിലും ഡിഗ്രിയോ അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റീസ് അവർക്ക് കിട്ടുന്നുണ്ടോ? എന്താണ് അതിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു തരാമോ? +2 കഴിഞ്ഞ കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് കിട്ടുന്നത് വെച്ചാൽ ഡിഗ്രിയാണ്. അവരുടെ സബ്ജക്ട് വൈസുള്ള ഡിഗ്രിയാണ് ഡിഫൻസിൽ കിട്ടുന്നത്. അതും ഫ്രീ ആയിട്ടാണ് പഠിപ്പിച്ചെടുക്കുന്നത്. അതായത് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പേരൻസിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും കഴിഞ്ഞു. ഡിഫൻസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഫസ്റ്റ് ഡിഗ്രി ഹോൾഡർ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അതുകൊണ്ട് +2 ക്വാളിഫിക്കേഷൻസ് ഉള്ള കുട്ടികൾക്ക് അതായത് സബ്ജക്ട് വൈസുള്ള ഡിഗ്രി കിട്ടുന്നു. അതിനുശേഷം ട്രെയിനിങ് ആണ്. ട്രെയിനിങ്ങിലൂടെ പോകുന്ന സമയത്ത് തന്നെ ഇവിടെ സ്റ്റൈപ്പൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 56,200 സ്റ്റൈപ്പൻഡ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ട്രെയിനിങ് കംപ്ലീറ്റ് ആയ ശേഷം ഒരു പെർമനന്റ് കമ്മീഷൻഡ് ഓഫീസറായിട്ടായിരിക്കും ഇവർക്ക് നിയമനം. ഈ സമയത്ത് ഇവർക്ക് 1.25 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് തുടക്ക ശമ്പളം തന്നെ. ആർമിയിൽ ഒരു ഓഫീസർ റാങ്കിലാണ്, അല്ലെങ്കിൽ എയർഫോഴ്സിൽ പൈലറ്റായിട്ടും നേവിയിൽ ഓഫീസറായിട്ടായിരിക്കും കുട്ടികൾ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ജോയിൻ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് NDA എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പം ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനുവേണ്ടി എന്ത് ഹെൽപ്പാണ് കുട്ടികൾക്ക് ചെയ്യുന്നത്? അതിന്റെ ഡീറ്റെയിൽസും അഡ്മിഷൻ പ്രോസസ്സും എങ്ങനെയാണെന്ന് പറഞ്ഞു. നമ്മൾ ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടതായ ഫസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എൻട്രൻസിന്റെ പരീക്ഷയുടെ ക്ലാസ്സുകൾ പ്ലസ് SSB ഇന്റർവ്യൂവിന്റെ ക്ലാസ്സുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പഠന സമയത്ത് തന്നെ ഇന്റർവ്യൂവിന്റെ ക്ലാസ്സുകളും കുട്ടികൾക്ക് കിട്ടുന്നത്. അതിനുശേഷമുള്ള മെഡിക്കൽ ആണെന്ന് പറഞ്ഞു. മെഡിക്കലിന് ശേഷം കുട്ടികൾ ജോയിൻ ചെയ്യുന്നു. ഈ സ്ട്രക്ചർ വൈസ് ആണ് ക്ലാസ് ഇപ്പൊ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാമത്തെ കാര്യം. 2, നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ നമ്മൾ ആപ്ലിക്കേഷൻ വരുന്നത് കാത്ത് നിൽക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു പരീക്ഷയാണ് എൻട്രൻസിന്റെ പരീക്ഷ. അത് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി നമ്മൾ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും എല്ലാം കുട്ടികൾക്ക് ജോയിൻ ചെയ്യാനുള്ള കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചാണ് ജോയിൻ ചെയ്യുന്നത്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് സഹിതം നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. ബാക്കി അഡ്മിഷൻ പ്രോസസ്സ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾ ഏകദേശം ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുന്ന സമയമാണ്. താല്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുന്നത്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കുട്ടികൾക്ക് അവൈലബിൾ ആണ്. ഇത് നന്നായി എന്റെ ഡീറ്റെയിൽസ് പറഞ്ഞ സാറിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. +2 കുട്ടികൾ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഈ ഒരു അവസരം നന്നായി യൂട്ടിലൈസ് ചെയ്യുക. അതിന് എന്തെങ്കിലും നമ്മുടെ കുട്ടികളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? അതെ. നമ്മള് ഈ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന +2 പാസ്സായ കുട്ടികൾക്കുള്ള ഏറ്റവും നല്ലൊരു സുവർണാവസരമാണ് സേനയിൽ ഒരു ഓഫീസർ പദവിയിൽ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളത്. അന്നേരം ഇത് അറിയാതെ പോകുന്നതാണ് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക കുട്ടികളും പേരൻസും. അന്നേരം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞ ശേഷം ഇതിനകത്തോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോയിനിങ് പ്രോസസ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു പരീക്ഷയുടെ ക്ലാസ് പ്ലസ് അതിൻ്റെ ഇന്റർവ്യൂവിന്റെ ക്ലാസ് എന്ന് പറഞ്ഞു. നമ്മുടെ പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ശരി തന്നെ മറ്റുള്ള പ്രസ്ഥാനങ്ങൾ ഇതറിഞ്ഞ് വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്താലും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ത്യയിൽ ഒരു ഓഫീസർ ആവുക എന്നുള്ളൊരു ഏറ്റവും വലിയൊരു ഘടകം തന്നെയാണ്. ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് കുട്ടികൾക്ക് കിട്ടുന്നത്. അതിനെക്കുറിച്ച് വിശദമായി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി. നമ്മുടെ പ്രസ്ഥാനത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. അതും എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അനുസരിച്ച് മാത്രമേ അഡ്മിഷൻസ് എടുക്കത്തുള്ളൂ. ഹോസ്റ്റൽ ഏകദേശം നമ്മുടെ ക്ലിയർ ആയ കാരണം NDA മാത്രമല്ല നമ്മുടെ പ്രസ്ഥാനത്തിൽ കൊടുക്കുന്ന CDS ഡിഗ്രി കുട്ടികളുടെ ഓഫീസേഴ്സിന്റെ ക്ലാസ് പ്ലസ് അഫ്കാറ്റ്, എയർഫോഴ്സ്
കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി കുട്ടികളുടെ ഓഫീസേഴ്സിൻ്റെ ക്ലാസ്സാണ് കൊടുക്കുന്നത്. മിലിറ്ററി നേഴ്സിംഗ് സർവീസിൻ്റെ, അതായത് പെൺകുട്ടികൾക്കുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി മിലിറ്ററി നേഴ്സിംഗ് ഓഫീസറായി ജോയിൻ ചെയ്യാന്നുള്ളത്. പിന്നെ ആൾ ഡിഫൻസിൻ്റെ ഫിസിക്കൽ ട്രെയിനിങ് ആൻഡ് അക്കാഡമിക് ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. ആയതിനാൽ നമ്മുടെ ഹോസ്റ്റൽ ഫില്ലപ്പ് ആകുന്ന സമയമാണ്. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.